സാധാരണ ഇലക്ഷൻ കൗണ്ടിങ്ങിനൊക്കെയാണ് അങ്ങനെ കാണാറ്. ഇന്ന് രാവിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളൊക്കെയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള വിനോദ് താവടെ, അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ രാജേഷ്, ഡെപ്യൂട്ടി മേയർ വി മുരളീധരൻ, എസ് സുരേഷ് അടക്കം സാഫ്രൺ പാർട്ടിയുടെ മേജർ റാങ്ക് ആൻഡ് ഫയൽ. ബജറ്റ് അവതരണം വലിയ സ്ക്രീനിൽ തത്സമയം ചുമ്മാതം കാണൽ മാത്രമായിരുന്നില്ല. നാലാളെ അറിയിക്കാൻ കാലേക്കുട്ടി മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചായിരുന്നു കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന എന്തോ തെരവ്യങ്ങൾ ബ്ലൂ പ്രിന്റ് കാത്ത തത്സമയ നാടകം. 1.5 മണിക്കൂർ അവതരണം കഴിഞ്ഞപ്പോൾ ആഞ്ഞു തള്ളിയ ബ്ലൂ പ്രിന്റും ഇല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീറക്കടലാസ് പോലും ഇല്ലാതെ രംഗം ശ്മശാനമുഖം. ആ കല്യാണത്തിന് വിളിച്ചൊരു ചാക്കാല അവസ്ഥയാണ്. രാവിലെ 10 മണി തൊട്ട് കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പഠിച്ചിട്ട് പറയാം എന്ന് സ്കൂട്ടാവാൻ നോക്കിയതാണ് സംസ്ഥാന അധ്യക്ഷന്. വട്ടം വളഞ്ഞ മൈക്കുകൾക്ക് മുന്നിൽ പറഞ്ഞതൊക്കെ എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പരസ്പര വിരുദ്ധമാണ്, പരമദയനീയമാണ് വിദണ്ഡ വർത്താനങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മാത്രം മുൻപാണ് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ മട്ടിൽ കേന്ദ്രമന്ത്രിയുടെ ഉള്ളി തൊലിച്ച ഉൾവിളികൾ. ആലപ്പുഴ വേണോ, തൃശ്ശൂർ വേണോ, എയിംസ് അതോ തലസ്ഥാനത്ത് വേണോ, കാസർഗോഡ് കഴിഞ്ഞ് പൊള്ളാച്ചി വരെ എത്തിയതാണ്. ഈ കഴിഞ്ഞ 4-ാം നാളും കേട്ടതാണ്. എയിംസ് വരും മറ്റേ മോനെ എന്നൊരു പാർലമെന്റ് അംഗത്തിന്റെ അൺപാർലമെന്ററി ഡയലോഗ്. എയിംസ് ഒരു ചുക്കുവിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഗോപി സാറെ, ഷോ കാണിച്ച വഞ്ചനാവാക്ക്. ആരൊക്കെയോ പറഞ്ഞ് ഏണികേറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ മുഖ്യമന്ത്രി ഓഫീസും തുറന്ന് ഷാഫിയോട് ഇട്ട നിലയിൽ പൊട്ടി അധികം പിന്നെ കേൾക്കാതിരുന്നതാണ്. പൊട്ടി വീണ പോലെ മെട്രോമാൻ്റെ ഒരു വാർത്താ സമ്മേളനം, സർക്കാരുമായി ഏറ്റുമുട്ടിയെന്തോ അതിവേഗ റെയിൽ പ്രഖ്യാപനം, ആൾക്കാരോട് സംവാദം. നാളെ പൊന്നാനിലേതോ ഓഫീസിന് ബാലുകാച്ചാണ്. ഓഫീസ് അവിടെ കിടക്കട്ട് വേണ്ടിവരും. മുട്ട വിരിഞ്ഞു വരുന്ന ആമക്കുഞ്ഞുങ്ങൾക്ക് തൊട്ടില് കെട്ടാം, താരാട്ടുപാടി പാപ്പം കൊടുക്കാൻ സാറേ. രാജ്യത്തിന് പോലും നാട്ടക്കുറിയാണ് വിഴിഞ്ഞത്തിനൊരു കൈസഹായം. തലസ്ഥാന മെട്രോ, ശബരി റെയിൽ, കീറിപ്പറഞ്ഞു പോയ മുണ്ടക്കൈ, എണ്ണിപ്പറഞ്ഞ് 29 ആവശ്യങ്ങൾ ഒന്നുപോലുമില്ലാതെ അധിക്ഷേപിക്കലാണ്. എറിഞ്ഞു തരുന്ന മട്ടിൽ ഏതോ ഇടനാഴി, ആമ, തേങ്ങ. പ്രിയപ്പെട്ട ധനമന്ത്രി, രാജ്യത്തിന്റെ മാപ്പിൽ ഏറ്റവും താഴെ ഒരു സംസ്ഥാനമുണ്ട്. ആമകളും ആനകളും മാത്രമല്ല, ഞങ്ങളും മനുഷ്യരാണ്. ഈ നാടിന്റെ ഭാഗധേയങ്ങളാണ്. എന്തോ ഉണ്ടെന്ന് വരുത്തി ഒരു ഇലക്ഷൻ മുഖത്ത് പോലും ആവശ്യങ്ങളെ ഇത്രമാത്രം പുറംകാലടിക്കാൻ, താറ്റി തിരസ്കരിക്കാൻ കാവിക്കാമ്പേ യൂണിയൻ സർക്കാരെ. കേരളത്തോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും പാമ്പിന്റെ പക? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, ശ്രീ ഷാജി രാഘവൻ, ശ്രീ കെ വി ബൈജു എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസിലേക്ക്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ നികുതി വിഹിതം ചെറിയൊരു വർധനവുണ്ട്. ഇപ്പോൾ GST നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതോടെ ആ വിഹിത വർധനയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പോട്ടെ. പിന്നെ കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, മത്സ്യകൃഷിക്ക് എന്തോ സഹായമുണ്ട്, MSME സെക്ടറിനുണ്ട്, കശുവണ്ടി, കൊക്കോ, തേങ്ങ, മണ്ടപോയ തെങ്ങ് വെട്ടിമാറ്റി പുത്തൻ തെങ്ങ് നടാനുള്ള പദ്ധതി, 4 ആയുർവേദയും ചിലപ്പോൾ കേരളത്തിലാകാം, ക്ഷേത്ര നഗരങ്ങൾക്ക് എന്തോ 5000 കോടിയുണ്ട്, അതിൽ വേണമെങ്കിൽ തലസ്ഥാനം ഉൾപ്പെടാം. അതുകൊണ്ട് ഈ നമ്മൾ ചോദിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും സമ്പൂർണ്ണമായ അവഗണന എന്ന് പറയാൻ പറ്റുമോ ശ്രീ ജോൺ ബ്രിട്ടാസ്? സമ്പൂർണമായ അവഗണന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു അവഹേളനം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മിയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ആമ, അതല്ലെങ്കിൽ തേങ്ങ, മാങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ ഈ ബജറ്റ് രേഖകളിലൂടെ പരിശോധിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് പലരും ചോദിച്ചു. ഒരു ദുരന്തത്തിൻ്റെ ഒരു അവതരണം പോലെയാണ് അവരുടെ ബജറ്റ് അവതരണം ഭവിച്ചത്. യഥാർത്ഥത്തിൽ അത് പിന്നീട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു മാക്രോ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാഷ്മി, അതായത് സർക്കാർ വിഭാവനം ചെയ്ത വരുമാനത്തേക്കാൾ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ്, ആദായ നികുതിയിൽ ഇവർക്ക് വന്ന കുറവ് എത്രയെന്നറിയോ?
1,26,000 കോടി രൂപ. ഇവർ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്താ പറഞ്ഞ്, അതായത് വലിയ വാങ്ങൽ ശേഷി ജനങ്ങൾക്ക് സംഭവിക്കുകയും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ GST കളക്ഷൻ കിട്ടിയെന്ന് പറയും. എന്താ സംഭവിച്ചെന്നറിയോ? 1,32,000 കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഇന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഇതിലേക്ക് വരാം. അത് ഞാൻ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് മലയാളികളുടെ സമൂഹമാണ്. ഒരു വേഗ തീവണ്ടി പാതയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് നമ്മുടെ കേരളം കാത്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളങ്ങ് മാറ്റാം. ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ശ്രീധരൻ കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയത്? അതായത് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നുള്ളത്. 7 ഹൈസ്പീഡ് കോറിഡോർസ് അനുവദിച്ചു. നമ്മൾ വിചാരിച്ചു ഒരു 2-3 ഒക്കെ അനുവദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ള കേരളത്തിൻ്റെ പേരവിടെ വരില്ലേ? കേരളത്തിൻ്റെ പേര് വന്നിട്ടില്ല. 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഒരു സംസ്ഥാനത്ത് 2 AMS വരെയുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അതായത് കമ്പം, തേനി, പൊള്ളാച്ചി, ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് അദ്ദേഹം സ്ഥാപിക്കാത്ത സ്ഥലങ്ങളില്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടെയുള്ള ട്രോളെന്ന് വെച്ചാൽ, അതായത് നിർമ്മലാ സീതാരാമൻ സുരേഷ് ഗോപി വിളിച്ച് AMS എവിടെ വേണം, കമ്പം തേനിയിലാണോ ചോദിക്കുമ്പോൾ ആമ എന്ന് പറഞ്ഞു. ഉടനെ ഒരു ആമ പരിപാടി ഞങ്ങൾ ബജറ്റിലിട്ടു. ഇതാണ് ഇവിടെ നടക്കുന്ന ട്രോള്. ഇനി ഞാൻ വളരെ ഹ്രസ്വമായി പറയാം. ഇവർ കൊട്ടിഘോഷിച്ച് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഇത് കേരളത്തിന് ഗുണകരമാകുന്ന അവർ പറയുന്നത്. ഒന്ന്, റെയർ എർത്ത് കോറിഡോർ അസംബന്ധമാണ്. അതിലൊരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ് ഷോർ മൈനിങ് എന്തിനു വേണ്ടിയായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ട ഈ പറയുന്ന ധാതു ലവണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവരിത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സെമി കണ്ടക്ടർ പ്ലാന്റുകളൊക്കെ 11-12 പ്ലാന്റുകൾ വലിയ സബ്സിഡി കൊടുത്ത് ടാറ്റയ്ക്കും മറ്റും ഇവർ ആരംഭിക്കുകയാണ്. എവിടെയാണെന്നറിയോ? അതിൽ 6 ഗുജറാത്തിലാണ്, ബാക്കി ഉത്തർപ്രദേശിൽ 1, ആന്ധ്രയിൽ 1, ആസാമിൽ 1. നമ്മളൊരു കോറിഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ആ ഇടനാഴിയിൽ വരണം. ഇത് ഇടനാഴിയിൽ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയല്ല, നമ്മുടെ മിനറൽസ് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇടനാഴിയാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. ഇനി കോക്കനട്ട്, കാഷ്യൂ, അതുപോലെ കൊക്കോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞു. ഞാൻ ഹാഷ്മി ബജറ്റ് പേപ്പർ ഞാൻ പരിശോധിച്ചു. അതായത് ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്നുള്ള പട്ടിക ഉണ്ടാക്കിയിട്ട് എത്രയാണെന്നറിയോ അവർ രൂപ നൽകിയിരിക്കുന്നത്? 350 കോടി രൂപ മാത്രം. അതായത് 1 കോടി നാളികേര കർഷകരുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നു. ഇനി കാഷ്യൂവും കൊക്കോയും സാൻഡൽവുഡും കൂടി കൂട്ടുക. ഈ 350 കോടി രൂപയെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ ഒരു കർഷകന് ഒരു 15 അല്ലെങ്കിൽ എത്രയാ 20-30. ഇനി അഥവാ നമ്മുടെ നാളികേര കർഷകരെ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു കർഷകൻ എത്ര കിട്ടും? 350 രൂപ കിട്ടും. ഇതുപോലുള്ള കബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവരുണ്ടായിട്ടില്ല. 350 കോടി രൂപ വെച്ചിട്ടാണ് ഈ ബജറ്റിൽ, ഈ ആകെ 1.5 മണിക്കൂറുള്ള ഈ ബജറ്റ് പ്രസംഗത്തിൽ ഇവർ തേങ്ങയെക്കുറിച്ചും മാങ്ങയെക്കുറിച്ചും സാൻഡൽവുഡിനെക്കുറിച്ചും കശുവണ്ടിയെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിച്ചത്. ഇനി കേരളത്തിൻ്റെ ഫൈനാൻസ് കമ്മീഷൻ്റെ വിഹിതം 2.382 ഒരു ഭേദഗതി വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 20 മുതൽ 24 വരെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് 53,134 കോടി രൂപ ലഭിച്ചു. അത് കട്ട് ചെയ്തു. ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് 42,114 കോടി രൂപയാണ്. 42,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുമെന്നാണ്. അതിപ്പോൾ 36,355 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് ഒരുപക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ വേണ്ടി, അതായത് കഴിഞ്ഞ ബജറ്റിൽ ഇവർ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അലോക്ക് ചെയ്ത തുക എത്ര എന്നറിയോ? 1,30,641 കോടി രൂപ. എത്രയാണെന്നറിയോ ഇവർ നൽകിയത്? കേവലം 18,000 കോടി രൂപ. അതായത് 1,12,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ്. എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള അർഹതപ്പെട്ട വിഹിതങ്ങൾ നിഷേധിക്കുന്നത് ഞാൻ പറയാം. ഇനി
ഇവരുടെ ഓരോ പദ്ധതികളും അംഗനവാടികൾക്ക് വേണ്ടി മാറ്റിവെച്ച, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ പണം പോലും അവർ ചെലവഴിച്ചിട്ടില്ല. ആ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് അതുപോലെ തന്നെ അംഗനവാടി പദ്ധതിക്ക് വേണ്ടി 21,960 കോടി രൂപ മാറ്റിവെച്ചു. അതിൽ 6,000 കോടി രൂപ ചെലവഴിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ജലജീവൻ മിഷനെ കുറിച്ച് വാചാലമായിട്ട് പറയാറുണ്ട്. ജലജീവൻ മിഷന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് 50,000 കോടി രൂപയുടെ കട്ട്. അതായത് കഴിഞ്ഞ ബജറ്റിൽ അവർ അലോക്കേറ്റ് ചെയ്ത് 67,000 കോടി രൂപ, ചെലവിട്ട് എത്രയെന്നറിയോ? 17,000 കോടി രൂപ. 50,000 കോടി രൂപയുടെ കട്ട്. ഏത് മേഖല എടുത്താലും സാർവത്രികമായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ്ഘടന ചുരുങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ്. ഈ ബജറ്റിൽ ആഗോള രംഗത്തുള്ള സമ്പദ്ഘടനയുടെ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഡോളറിന് മുമ്പിൽ രൂപ ഇങ്ങനെ കൂപ്പുകുത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. 60 രൂപയായിരുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്? രൂപ ICUലാണ്. 92 രൂപയായിരിക്കും. അപ്പോൾ മോർച്ചറിയിലല്ലോ, എവിടെ വേണം? സെമിത്തേരിയിലാകണ്ടേ? അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ചും സർഗാത്മകമായിട്ടുള്ള ഒരു സമീപനവും ഇല്ലാത്ത ബജറ്റ് കേരളത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യങ്ങളോട് പരിപൂർണമായിട്ടും മുഖതിരിഞ്ഞു നിൽക്കുന്ന ബജറ്റ്. തേങ്ങ മാങ്ങ ബജറ്റുമായിട്ടാണ് ധനമന്ത്രി വച്ചത്. ഓക്കെ, ശരണ്യ പ്രേമേന്ദ്രൻ, ഇവിടെ ആമകളെ സംരക്ഷിക്കണം. ശരണ്യ പ്രേമേന്ദ്രൻ, ഇവിടെ അതിനുശേഷം റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനം കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് 7 അതിവേഗ ഇടനാഴികൾ കേരളത്തിന് ഉപയോഗപ്പെടും. എങ്ങനെയാണ് ഉപയോഗപ്പെടുക? മലയാളികൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ പോവില്ലേ? തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ മലയാളികൾ പോവില്ലേ? മലയാളികൾ പോകുമ്പോൾ അവർ ആ അതിവേഗ ഇടനാഴി ഉപയോഗപ്പെടുത്തില്ലേ? ആ മട്ടിൽ കേരളത്തിന് സഹായകരാവെന്ന് പറയുക, ഒന്നും തരത്തുമില്ല, ഇങ്ങനെ കളിയാക്കുകയും ചെയ്യുക. എങ്ങനെയാണ് ശരിയാവുക ഇത് ശരണ്യ പ്രേമേന്ദ്രൻ? ശ്രീ അശ്വിനി വൈഷ്ണവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തന്നെ വാരണാസിയുണ്ട്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലമുണ്ട്. നിങ്ങൾ ഈ ബഡ്ജറ്റ് പ്രസംഗം പരിശോധിച്ചാൽ എത്ര സ്ഥലത്താണ് വാരണാസി പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? എന്നിട്ടാണ് BJPയുടെ സുഹൃത്തുക്കൾ പലപ്പോഴും ചർച്ചയിൽ വന്ന് പറയുന്നത് 7 ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ശ്രീധരൻ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങളൊന്നും വേണമെന്നില്ല. നാളെ അതിൻ്റെ ആഫീസ് പൊന്നാനിയിൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിന് പ്രത്യേകിച്ചുള്ള ബഡ്ജറ്ററി അലോക്കേഷനോ നിർദ്ദേശമോ പ്രഖ്യാപനമോ വേണ്ട എന്ന് പറയുമ്പോൾ 7 എണ്ണം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇതുകൂടെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഒരു തരത്തിലുള്ള നീതീകരണവും ഇല്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ശ്രീ അശ്വിനി വൈഷ്ണവ് ഹൈദരാബാദിലും ചെന്നൈയിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ മലയാളികൾ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി പ്രയോജനപ്പെടുമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ? എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ വേണമോ മറ്റെവിടെ വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന നിലയിൽ പറയുമ്പോൾ സംസ്ഥാനം എത്രയോ കാലമായി അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് മുഴുവൻ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും എയിംസുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കേരളം കാണേണ്ടതാണ്. മാത്രവുമല്ല, 5 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ പോലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. BJPക്ക് കേരളത്തിൽ കാര്യമായ പ്രതീക്ഷയില്ല എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഓർമ്മയുണ്ട്, 2025-26 ധനവർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളും ആനുകൂല്യങ്ങളും എത്രയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ ഓർമ്മയുണ്ട്. അത്തരത്തിലൊരു പരിഗണന കേരളത്തിന് കിട്ടാത്തത് ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാകാം. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കാതെ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലേറ്റവും പ്രധാന ഊന്നൽ നൽകി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്.
അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും കനത്ത അനീതിയും കൊടിയ വിവേചനവുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ രണ്ട്, നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ സൂചിപ്പിച്ച ഈ ഡെഡിക്കേറ്റഡ് കോറിഡോർ, അതായത് മിനറൽസിൻ്റെ സമർപ്പിതമായിട്ടുള്ള ഒരു ഇടനാഴി എന്ന നിലയിൽ കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും അതുപോലെ തന്നെ ഒഡീഷ അടക്കമുള്ള 4 സംസ്ഥാനങ്ങൾ അപൂർവ ധാതു സമ്പത്തിൻ്റെ ശേഖരമുള്ള 4 സംസ്ഥാനങ്ങളാണ്. ആ 4 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയാൽ മാത്രമേ ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അമൂല്യവും അപൂർവവുമായിട്ടുള്ള ധാതു സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതുതാൽപര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ആ പൊതുതാൽപര്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഖനനവും വേർതിരിക്കലും പൂർണ്ണമായും പൊതുമേഖലയിൽ നിക്ഷിപ്തമാകണം. അത് കേരളത്തിലെ UDF ഗവൺമെൻറ് ആയാലും LDF ഗവൺമെൻറ് ആയാലും സ്വീകരിച്ചിട്ടുള്ള പൊതുനയം, പൊതുനിലപാട് എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് മിനറൽ സെപ്പറേഷൻ ഓഫ് റെയർ എർത്ത് എലമെൻറ്റ്സ് പൂർണ്ണമായും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത്രയ്ക്ക് അമൂല്യമായ അത്യപൂർവമായിട്ടുള്ള ധാതു സമ്പത്ത് സ്വകാര്യ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന ആശങ്ക ഞാൻ ഉന്നയിക്കുകയാണ്. ആ ആശങ്ക ഉന്നയിക്കാനുള്ള കാര്യമുണ്ട്. 1 വർഷം മുമ്പാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമഭേദഗതിയുമായി പാർലമെൻറ്റിൽ വന്നത്. അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന്, പ്രതിരോധത്തോട് തുടർന്നാണ് ഒടുവിൽ അതിൽ നിന്ന് അന്നത്തെ മന്ത്രി മൈനിങ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷി അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് നമ്മുടെ തീരദേശത്തെ കരിമണൽ അല്ലെങ്കിൽ തീരദേശത്തുള്ള അപൂർവ ധാതു സമ്പത്ത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള അഷുറൻസാണ് അന്ന് സഭയിൽ നൽകിയത്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അത് പ്രയോജനപ്പെടുത്തുന്നത് പൊതുമേഖലയെ മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറ്റുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നാഷണൽ പ്രോജക്റ്റ് ഈ കാര്യത്തിൽ ആവശ്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഇൽമനൈറ്റ് ഉൾപ്പെടെയുള്ളവ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഒഡീഷ, അതുപോലെ തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചി, ആന്ധ്രാപ്രദേശ്, കേരളം. ഇത് സംയോജിതമായ നിലയിൽ ഫലപ്രദമായി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള IREയും KMMLുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല മിഷൻ മോഡ് പ്രോജക്റ്റ് എന്ന നിലയിൽ നടപ്പാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, അദാനി, നിങ്ങൾക്കെല്ലാം അറിയാം. 1 വർഷം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിലേക്കാണ് നീക്കമെന്നുണ്ടെങ്കിൽ അതിശക്തമായി എതിർക്കും. പിന്നീട് മറ്റൊരു കാര്യം ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം കാഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് തന്നെ നല്ല എഫേർട്ട് നടത്തിയതാണ് കേരളത്തിൽ കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യവസായ മേഖല നേരിടുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ. ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. കുറേ അധികം പരിശ്രമങ്ങൾ നടത്തി, കുറേ അധികം ഫണ്ട് ചെലവഴിച്ചു. നമുക്ക് സംസ്ഥാനത്ത് അതിനാവശ്യമായിട്ടുള്ള ബാരൻ ലാൻഡ് ഇല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലൊരു നീക്കത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെൽഫ് റിലയൻറ്റ് ഇൻ കാഷ്യൂസ്. കശുവണ്ടിയുടെ റോ കാഷ്യൂ നട്ട്സിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കശുവണ്ടി വ്യവസായ മേഖലയിൽ, പ്രത്യേകിച്ചും പ്രോസസ്സിംഗ് മേഖലയിൽ അത് ഗുണം ചെയ്യും. ഇന്ന് കശുവണ്ടി വ്യവസായ മേഖല കേരളത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന സ്ഥിതിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം റോ കാഷ്യൂ നട്ട്സിൻ്റെ അഭാവവും ലഭ്യമാകുന്ന റോ കാഷ്യൂ നട്ട്സ് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിയുടെ അമിതമായിട്ടുള്ള വിലവർധനവുമാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ആഭ്യന്തര വിപണിയിൽ അല്ലെങ്കിൽ ആഭ്യന്തര രംഗത്ത് കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടി പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കശുമാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു പദ്ധതി ദേശീയാടിസ്ഥാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടപ്പാക്കിയാൽ തീർച്ചയായും അത് വ്യവസായത്തിന് ഗുണം ചെയ്യും, നാടിൻ്റെ സമ്പദ്ഘടനയ്ക്കും അത് പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ മൊത്തത്തിൽ പിന്നെ ബഡ്ജറ്റിൻ്റെ പൊതുസ്വഭാവത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ബഹുമാനപ്പെട്ട ധനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ ഒരുപാട് ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തെ സംബന്ധിച്ച്, ആ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് വൈഡൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, അതുപോലെ നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് രാജ്യത്ത് വരുന്നില്ല. മൂലധന ശക്തികൾക്ക്, കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വലിയ തോതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴും
ആ ലാഭവും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനവും നിക്ഷേപമായി തിരിച്ച് രാജ്യത്ത് വരുന്നില്ല. അതുകൊണ്ട് നിക്ഷേപം ആകർഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക് സർവേ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊഴിൽ രഹിതമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ്. 7.4% എന്ന് പറയുമ്പോൾ തൊഴിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ വളർച്ച അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 51%-ലധികം സർവീസ് മേഖലയിൽ നിന്നാണ്. അവിടെ തൊഴിലവസരങ്ങൾ തുച്ഛമാണ്, പരിമിതമാണ് സർവീസ് സെക്ടർ ആകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നുള്ള സാമ്പത്തിക സർവേയുടെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിലനിൽക്കുന്ന അസമത്വം ലഘൂകരിക്കുന്നതിനും അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ജീവിത വരുമാനത്തിൽ വർധനവുണ്ടാക്കിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കേവലം വെൽഫെയർ മെഷേഴ്സ് മാത്രം നൽകിക്കൊണ്ടുള്ള പട്ടിണി നിർമ്മാർജ്ജനമല്ല വേണ്ടത്. ജീവിത വരുമാനത്തിൽ ഗുണപരമായ വർധനവുണ്ടാക്കിക്കൊണ്ടുള്ള സാമ്പത്തിക നടപടികൾ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിഷ്കരുണം നിരാകരിക്കപ്പെട്ട ഒരു ധനബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. അത് ഭാവിയിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ സർ, ഞാനെത്താം. ശ്രീ ഷാജി രാഘവൻ, ഇവിടെ ബജറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് ചോദിച്ചത് ഇതിനു വേണ്ടി കേരളത്തിലെ ആമകൾ എവിടാന്നാ? ആമകൾ വോട്ട് ചെയ്യില്ലോ സർ, മനുഷ്യരല്ലേ വോട്ട് ചെയ്യൂ. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ അവഗണിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാര്യമായ പ്രതീക്ഷയില്ല എന്ന രാഷ്ട്രീയ സൂചനയാണോ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ? ഹാഷ്മി, നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം, ഏതാണ്ട് 100-145 കോടി ജനങ്ങൾ. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ബഡ്ജറ്റാണ്. അത് അവതരിപ്പിച്ചതാകട്ടെ അടുപ്പിച്ച് 9 തവണ ശ്രീമതി നിർമ്മലാ സീതാരാമൻ. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. ഈ രാജ്യത്തിൻ്റെ അതിശക്തമായ നാരീ സാന്നിധ്യവും നാരീ ശക്തിയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ആ തരത്തിലൊക്കെ തന്നെ അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ ഒരു ബഡ്ജറ്റിനെ കേരളത്തിൽ എത്ര തരം താണ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. താങ്കളും ഇവിടെ ബഹുമാന്യരായ MP-മാർ, നമ്മൾ രാജ്യസഭയിലൊക്കെ പ്രതിനിധീകരിക്കുന്ന MP-മാരാണ്, എത്ര തരം താണ രീതിയിലാണ് ആമ തേങ്ങ മാങ്ങ എന്നൊക്കെ ഒരു ബഡ്ജറ്റിനെ ചിത്രീകരിച്ച് പറയുന്നത്. ഇത് തനി രാഷ്ട്രീയമല്ലാതെ വേറെന്താണെന്നേ ഉള്ളത്. ഇപ്പോൾ ബഹുമാന്യനായ കൊല്ലം MP അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ ഞാനും അംഗീകരിക്കുക. കാരണം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരിക, കേരളം ഉൾപ്പെടെ 2-3 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ വരും, ഈ ബഡ്ജറ്റിൽ വരും. ഇത് നമ്മൾ ക്ലീഷ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ തവണ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് പോലും അയഥാർത്ഥങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിക്കാതെ തന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ മുഴുവൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ തന്നെ ആ ബഡ്ജറ്റിനെ അവതരിപ്പിച്ചത് എങ്ങനെയാണ്, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് എങ്ങനെയാണ്? എത്രയോ വ്യാപാരികൾ, എത്രയോ വ്യവസായികൾ, സ്വതന്ത്രമായി ചിന്തിക്കുകയും അഭിപ്രായങ്ങളും പറയുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ, ഇവരൊക്കെ തന്നെ ചർച്ചയിൽ കൃത്യമായി ഈ ബഡ്ജറ്റിനെ വിലയിരുത്തിയിട്ടില്ലേ? രാഷ്ട്രീയമായിട്ട് തരം താണ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ബഡ്ജറ്റിനെ അവമതിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഞാനാണല്ലോ പറയാൻ ബാധ്യസ്ഥനായി വരുന്നത്. ഇന്ന് ബഡ്ജറ്റിൻ്റെ അവതരണം കഴിഞ്ഞ് ബഹുമാന്യനായ പ്രേമേന്ദ്രൻ MP തന്നെ ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹമാണ് ആദ്യം പല കാര്യങ്ങളും അതിനകത്ത് സ്വാഗതം ചെയ്തത്. പിന്നീട് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് ഇപ്പോൾ ചാനൽ ചർച്ചകൾ വരുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കൂ. ഈ കേരളത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ബഡ്ജറ്റിനെ അവമതിപ്പിക്കാൻ ശ്രമിച്ചത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ കാര്യം, ഇത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അതിന് കാരണം ഷാജിരാവൻ, പ്രധാനമന്ത്രി മോഡി വന്ന് ഇത് മഹാമോശം ബജറ്റ് പറയൂല്ലോ. ഒരു സാമ്പത്തിക റിപ്പോർട്ട്, പ്രധാനമന്ത്രി വന്ന് ഇത് മഹാമോശം ബജറ്റാണ് എന്ന് പറയില്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറയൂ. പ്രശ്നം അല്ല, പ്രധാനമന്ത്രി വന്ന് ഈ അവതരിപ്പിച്ചത് മഹാമോശം ബജറ്റാണ് എന്ന് പറയില്ലല്ലോ. പ്രധാനമന്ത്രി എന്ത് പറയണോ അതേ അദ്ദേഹം പറഞ്ഞു. സപ്പോസ് ടു ബി. ഇവിടെ നമ്മൾ എയിംസ് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരാണ്? സുരേഷ് ഗോപിയാണ് അല്ലേ?
അത് തൃശ്ശൂർ വേണോ, ആലപ്പുഴ വേണോ, പത്തനംതിട്ട വേണോ, കാസർഗോഡ് വേണോ, ഇനി അവിടെ ഒന്നും തരില്ലെങ്കിൽ പൊള്ളാച്ചിയിൽ കൊണ്ടുകൊണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയാണ്. അതിവേഗ റെയിൽ ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ ആരാണ്? ഈ ശ്രീധരൻ ഒന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു, നാളെ അവിടെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കാൻ പോവുക. ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ അത് കേരളത്തെ അവഹേളിക്കലല്ലേ ശ്രീ ഷാജി രാഘവൻ? അങ്ങ് പറഞ്ഞുകൊണ്ട് ഇടപെടുന്നതല്ല. കാശ്മീർ ഞാൻ പറയാം, ഞാനതിലേക്ക് വരാം. ഇതിലെന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന 2-3 കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് പറയാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട് ഈ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ ശ്രമിക്കുന്നത്. ഈ ബഡ്ജറ്റ് ഞാൻ ആദ്യം അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. BJPയും കേന്ദ്ര ഗവൺമെൻറ്റും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബഡ്ജറ്റാണ്. കേരളത്തിന് കിട്ടുന്നില്ല അല്ലെ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നിടത്ത് തെറ്റാണ് ഞാൻ ചൂണ്ടിക്കടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചില വാഗ്ദാനങ്ങൾ മാത്രമാണോ? ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ഒരുപക്ഷെ കേരളം പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മൾ 40,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് മേഖലയും AI മേഖലയിലും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആ മേഖലകളിലൊക്കെ ആയിട്ട് തന്നെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നേരിടുകയും അതേപോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ധാരാളമുള്ള ഈ സംസ്ഥാനത്ത് ആ പദ്ധതിയുടെ പ്രയോജനം ആർക്കാണ് കിട്ടുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കേരളത്തിലെ ആൾക്കാർക്കല്ലേ. അങ്ങനെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ശ്രീ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഇടനാഴി അതെന്ത് മോശമാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൻ്റെ ഈ കൊല്ലം ഭാഗത്ത് ഒക്കെയുള്ള ഈ പറയുന്ന കരിമണൽ എത്രയോ കാലമായിട്ട് ഇവിടെയുണ്ട്. നമ്മൾ കേരളം എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഈ വരുമാനം, ഈ സ്വത്ത്, ഈ സ്വർണ്ണഖനി ഇത് ഉപയോഗിക്കാൻ കേരളം ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നും കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോട്ടറിയും മദ്യവും ഒക്കെ മാത്രം ചിന്തിക്കുന്ന കേരളത്തിൻ്റെ മുമ്പിൽ കേരളം ഒരു വഴി തുറന്നിട്ടിരിക്കുക. ആ വഴി എന്ന് പറയുന്നത് കേരളം മാത്രമല്ല, രാജ്യത്ത് തന്നെ കരിമണൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന 4 സംസ്ഥാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കോറിഡോർ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് ഹാഷ്മി? കേരളത്തിനല്ലേ, കേരളത്തിലെ ചെറുപ്പക്കാർക്കല്ലേ. ഇവിടെ എത്ര കണ്ട് വ്യവസായങ്ങൾ വരുന്നു, കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിക്കില്ലേ? അപ്പോൾ ആ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അംഗീകരിച്ച ഒരു ബഹുമാന്യനായ MP പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സംശയം ഇത് വൻ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് കേന്ദ്രത്തിന്റെ സമീപനം ശാപമാണ് നീ. അത് കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടും പ്രഹ്ലാദ് ജോഷിയുടെ ഒരു യു ടേൺ കൊണ്ടുമൊക്കെയാണ് ആ സംശയം ഉണ്ടാവുന്നത്. അത് നമുക്ക് നോക്കാം, നമുക്ക് വരും കാലങ്ങളിൽ നോക്കാം അത് ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശം ഉണ്ടോ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന്. പക്ഷെ പ്രശ്നമല്ല ഷാജി രാഘവൻ, ഇവിടെ എയിംസ് ഉണ്ടാവുമെന്ന് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങിയെന്ന് പറയുക. ഇവിടെ ഒരു കേന്ദ്രമന്ത്രി തന്നെ വന്ന് എയിംസ് ഉണ്ടാവുമെന്ന പ്രതീക്ഷ വെറുതെ പറയുകയാണ്. എന്നിട്ട് വെറുതെ ചർച്ച ഉണ്ടാക്കുകയാണ്. എയിംസ് വരും, അത് തിരുവനന്തപുരത്ത് വേണോ ആലപ്പുഴ വേണോ എന്നായിരുന്നു ചർച്ച. എന്നിട്ട് കിനാർ ഒരു ഭൂമി എടുത്തു കൊടുത്തു. എന്നിട്ട് ഭൂമി എടുത്തു കൊടുത്ത് ആ ഭൂമിയിൽ എന്താ പ്രശ്നം എന്ന് കള്ളം പറയാ നേതാക്കൾ വന്നിരുന്ന്. ഇങ്ങനെ വഞ്ചിക്കാവോ ശ്രീ ഷാജി രാഘവൻ? ഇങ്ങനെ വഞ്ചിക്കാവോ? ഹാഷ്മി ഇതിന് ഉത്തരം പറയാതെ ഷാജി രാഘവൻ ചർച്ച വിട്ടു പോവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന 1-2 കാര്യങ്ങളൂടെ പറയണം. എന്തുകൊണ്ട് ബഡ്ജറ്റ് കേരളത്തിലെ പുതിയ ജനങ്ങൾക്ക്, കേരളത്തിലെ സാധാരണക്കാരന്, പുതിയ തലമുറയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും? അത് പറയാനുള്ള ബാധ്യത എനിക്ക് നിറവേറ്റും. ഞാനൊരു മത്സ്യസമ്പത്തിനെ പറ്റി ഉപഭോക്താവ് ആരാണ്? ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് അങ്ങ് പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ. ഹാഷ്മി, അതായത് ഞാൻ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇടനാഴി സാർത്ഥകമാകണമെങ്കിൽ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. ഇവർ അനുവദിക്കുന്ന ഈ പറയുന്ന സെമി കണ്ടക്ടർ പ്ലാന്റുകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടണം. ഇവർ പറയുന്ന ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്തിട്ടുള്ള കമ്പനികൾ എവിടേക്കാണ് പ്ലാന്റുകളുമായി പോകുന്നതെന്നുള്ള കാര്യം പരിശോധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പറയുന്ന 2 മാന്യ വ്യക്തികൾ, ഈ ശ്രീധരൻ അതുപോലെ സുരേഷ് ഗോപി, ഈ 2 പേരെ ഇവരിപ്പോൾ കോമാളികളാക്കുകയല്ലേ ചെയ്തത്? അത് ഞങ്ങളാണോ അവരെ കോമാളികളാക്കിയത്? ഈ സർക്കാരല്ലേ? ഒരു പക്ഷേ രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയുടെ ഒരു ചെറിയ ഇതൾ ഞാൻ പറയാം. അതായത് സുരേഷ് ഗോപി ടൂറിസം സർക്യൂട്ടുകൾ വ്യാപകമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് വന്ന ബജറ്റിൽ ഒരു സർക്യൂട്ട് പോലും കേരളത്തിന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ ധനമന്ത്രി, നിങ്ങൾ ഞങ്ങളുടെ MP-യാണ് അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഇനിയും ബജറ്റുകൾ വരൂ എന്നുള്ളത്. എപ്പോഴെങ്കിലും വന്നോ? അതുപോലൊരു അപമാനകരമായിട്ടുള്ള ഒരു സമീപനമല്ലേ ഇവർ 2 മാന്യ വ്യക്തികളോട് കാണിച്ച്. ഇനി ഞാൻ ഈ ബജറ്റിൽ നിന്ന് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വ്യക്തിയായിരുന്നു ഒരു പ്രധാനമന്ത്രി എങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട ഒരു സാഹചര്യം
എന്താകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ ബജറ്റിലെ ചർച്ചകൾ മുഴുവൻ ചുറ്റിക്കറങ്ങിയത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് ഇത്ര ആൾക്കാർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും. അതിനുവേണ്ടി നീക്കിവെച്ച തുക എത്രയായിരുന്നു അറിയോ? 10,833 കോടി. ആ 10,831 കോടി രൂപയിൽ എത്രയാണെന്നറിയോ ഈ സർക്കാർ ചെലവഴിച്ചത്? 531 കോടി രൂപ മാത്രം. അതായത് 9,500 കോടി രൂപ ചെലവഴിച്ചില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഏതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ ബജറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ സ്ഥിതിവിവര കണക്കുകളാണ് പറയുന്നത്. എൻ്റെ സ്നേഹിതൻ പ്രേമചന്ദ്രൻ കാഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. പ്രേമചന്ദ്രൻ ഹൈ വാല്യൂ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്നുള്ള പട്ടികയിൽ ഇവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന തുക കേവലം 350 കോടി രൂപ മാത്രമാണ്. അതായത് നാളികേരത്തിനും കാഷ്യൂനും അതുപോലെ കൊക്കോയ്ക്കും അതുപോലെ സാൻഡൽവുഡിലും കൂടി ചേർത്തിട്ട് ആ 350 കോടി രൂപയെ ഒന്ന് വീതിച്ച് നോക്കിയാൽ എത്രയായിരിക്കും കർഷകർക്ക് കിട്ടുക? അതുകൊണ്ട് ഇവരുടെ ഈ കസർത്തിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ ഈ കണക്കുകളെ സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ BJP സുഹൃത്ത് ഈ കണക്കുകളിലെ സ്ഥിതിവിവര കണക്കുകളിലേക്ക് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ താങ്ക് യു ശ്രീ ജോൺ ബ്രാസ്. ശ്രീ ഷാജി അങ്ങ് പറഞ്ഞു വന്നുകൊണ്ടിരുന്ന് പറഞ്ഞ് പൂർത്തിയാക്കും. പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ്, അത് കാരണം നമ്മൾ പ്രാക്ടിക്കലായി ഒന്നും പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ കാര്യം പോലെ പറഞ്ഞാൽ സാറേ ഇതിനും ബജറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ബജറ്റിന് കഴിഞ്ഞ് ഇലക്ഷൻ വരുന്ന സംസ്ഥാനങ്ങളിലേക്ക് ശതകോടിക്കണക്കിന് വാരിക്കോരി കൊടുത്ത ചരിത്രം കേന്ദ്രത്തിനുണ്ടെന്നേ. കേരളത്തോട് മാത്രം എന്താണ് ആ കീഴ്വഴക്കത്തിലും ഒരു മാറ്റം? അല്ല ഹാഷ്മി, ഇത് കേരളത്തിന് മാത്രമല്ലല്ലോ, 5ഓളം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട്. ഏത് സംസ്ഥാനത്താണ് വാരിക്കോരി പ്രഖ്യാപനം വന്നത്? വാരിക്കോരി പ്രഖ്യാപനം വന്നത് 3 ദിവസം മുമ്പ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലാണ്. ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റ് അല്ല. ഞാൻ ഒന്നുകൂടെ വളരെ കൃത്യമായിട്ട് പറയാം. പ്രധാനമന്ത്രി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫൗണ്ടേഷനാണ് ഈ ബഡ്ജറ്റ്. അത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേ ഉണ്ട്, പുറത്തിറക്കിയ സാമ്പത്തിക സർവേ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ആ സാമ്പത്തിക സർവേയിൽ അടിവരയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നിരന്തരം ഒരേപോലെ വളർച്ച നേടുന്ന ഒരു രാജ്യമാണ് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോഴും ഇന്ത്യ കൃത്യമായി വലിയ വളർച്ച, വളരെ വേഗം വളരുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് 2047 ഒരു വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഈ ബഡ്ജറ്റ് എന്ന നിലക്കാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുക മാത്രമല്ല, നമ്മൾ ഈ കേരളത്തിന് കിട്ടുമെന്ന് പറഞ്ഞ ഞാൻ പല കാര്യങ്ങളും ഇപ്പം തന്നെ വേറൊരു പദ്ധതി, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇപ്പം മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലേ? ഈ രാജ്യത്ത് തന്നെ ഇത്രയും കടൽ തീരം കേരളം പോലെ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് 700 കിലോമീറ്ററോളം, ഏതാണ്ട് അതിനടുത്ത് കിലോമീറ്റർ നമ്മൾ കടൽ തീരം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ആ കടൽ തീരത്ത് വസിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന മത്സ്യമേഖലയിൽ വിപ്ലവകരമായിട്ടുള്ളൊരു ഡിസിഷൻ വന്നിട്ടില്ലേ? അതിൻ്റെ സ്റ്റോറേജുകൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് ഇന്ന് ഒരു പ്രമുഖ ചാനൽ കേരളത്തിൽ ഇന്ന് രാവിലെ ചർച്ചയ്ക്കിടെ, ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ചാനൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, അതിൽ ഡൽഹി ബേസ്ഡ് ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞതാ, കാരണം ഡൽഹിയിൽ ഇന്നലെ അവർ ചില ചെറുപ്പക്കാരുടെ അടുത്ത് ഈ പറയുന്ന വരാൻ പോകുന്ന ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് സർക്കാർ ജോലിയാണോ അതോ പ്രൈവറ്റ് ജോലിയാണോ, ഏതാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജോലികൾ കിട്ടാൻ സാധ്യതകൾ ബഡ്ജറ്റ് റിഫ്ലക്റ്റ് ചെയ്തതിൽ ഏതിനോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് സർക്കാർ ജോലിയോട് അവർക്ക് താല്പര്യമില്ല, ഈ പറയുന്ന പ്രൈവറ്റ് ജോബിനോട് താല്പര്യമില്ല, മറിച്ച് ധാരാളമായി സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സാധ്യത ഈ ബഡ്ജറ്റുകളിൽ ഉണ്ടാവണം. 100 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാരല്ല, തൊഴിൽ നൽകുന്ന ചെറുപ്പക്കാരായിട്ട്, തൊഴിൽ സംരംഭകരായിട്ട് ഞങ്ങൾക്ക് മാറണം, അതിനുവേണ്ടി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആരംഭിക്കണം എന്ന് പറയുന്ന ഒരു പുതിയ യുവതലമുറ കാശ്മീർ രാജ്യത്തും കേരളത്തിലും വളർന്നു വരുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റ്. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്,
ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ബഡ്ജറ്റ് എന്ന് ഞാൻ അങ്ങനെയൊക്കെ എന്തായാലും പ്രധാനമന്ത്രി ഈ പറഞ്ഞ അതിവേഗ റെയിലിന് വേണ്ടി എയിംസിന് ചോദ്യം വീണ്ടും ആവർത്തിച്ച് ഞങ്ങളിലേക്ക് എത്താം. കെ വി ബിജു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ PSCയിലേക്കും UPSCയിലേക്കും പോകുന്ന ലക്ഷക്കണക്കിന് അപേക്ഷകളൊക്കെ ആരയക്കുന്നതാണെന്ന് അറിയില്ല. എന്തായാലും രാജ്യത്തെ ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി വേണ്ട, രാജ്യത്തെ ചെറുപ്പക്കാർക്ക് സ്വകാര്യ ജോലി വേണ്ട, എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തായാലും തുടങ്ങിയാൽ മതി. ശ്രീ കെ വി ബിജു, എനിക്ക് തോന്നുന്നു ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക നയം ഉറപ്പായും ധനമന്ത്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് ഈ പറയുന്ന അടിസ്ഥാന മേഖലകളെ അവഗണിച്ചുകൊണ്ട് ആവണോ ഫിസ്ക്കൽ പ്രൂഡൻസ് ഉണ്ടാക്കേണ്ടത്? ശ്രീ കെ വി ബിജു. അല്ല, ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ താങ്കളുടെ ചോദ്യത്തിന് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത എല്ലാ നയങ്ങളും ഡിഫൻസ് മുതൽ സാമ്പത്തിക പരിഷ്കരണം മുതൽ എല്ലാത്തിനും തിരിച്ചടി കിട്ടി നിർമ്മലാ സീതാരാമൻ നടുക്കടലിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ബഡ്ജറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡിഫൻസിന് അലോക്കേഷൻ കൂട്ടി, നല്ല കാര്യം. ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഇവരെടുത്ത നയത്തിന് കിട്ടിയ തിരിച്ചടി കൊണ്ട് ഇന്ത്യ എന്നേക്കുമായി നാണം കെട്ട്, അതായത് പാകിസ്ഥാൻ്റെ J-10 ഉപയോഗിച്ച് നമ്മുടെ റാഫലേനെ അവർ വെടിവെച്ചിട്ടതോട് കൂടിയിട്ട് ഇവരെടുത്ത ചില നയങ്ങൾ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നയങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണവുമായിട്ട് ഇവരെടുത്ത എല്ലാ കാര്യങ്ങളും തെറ്റായി പോയി എന്ന് തെളിയിക്കുന്നു. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് കുറച്ചത്, അതുകൊണ്ട് ഇവർ പറഞ്ഞു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവുന്നു. പക്ഷേ ഇവിടെ ഓർഗനൈസ്ഡ് സെക്ടർ എംപ്ലോയ്മെൻറ്റ് കുറയുന്നു ഇന്ത്യയിൽ. അതുപോലെ തന്നെ GST കുറയ്ക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ GDPയുടെ വലിയ കോൺട്രിബ്യൂഷൻ 55% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പേഴ്സണൽ കൺസംഷനാണ്, അതുകൂടി ഗ്രോത്ത് കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രോത്ത് കൂടുമെങ്കിൽ എന്തിനാണ് അടുത്ത വർഷത്തെ ഗ്രോത്ത് പ്രൊജക്ഷൻ കുറയ്ക്കുന്നത്? അപ്പോൾ ഇവരെടുക്കുന്ന എല്ലാ സാമ്പത്തിക നയവും എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു തിരിച്ചുകടി നേരിട്ട് നടുക്കടലിൽ നിൽക്കുകയാണ് ഒരു കാര്യം. രണ്ടാമത്, ഇതേവരെയുള്ള എല്ലാ ബഡ്ജറ്റുകളിലും കർഷകന് വേണ്ടിയിട്ട് പ്രസംഗിക്കുക തന്നെയെങ്കിലും ഉണ്ടായിരുന്നു. ഇത് കർഷകന് വേണ്ടിയിട്ട് പ്രസംഗം പോലും ഇല്ലാത്ത ബഡ്ജറ്റാണ്. ഇപ്പോൾ ടോട്ടൽ അലോക്കേഷനിൽ 3% വർധനവ് ഉണ്ടായ സമയത്ത് 53 lakh crores മൊത്തം വരുന്ന സമയത്ത് കാർഷിക മേഖലയ്ക്കുള്ള അലോട്ട്മെൻറ്റ് കുറയുന്നു. ഇപ്പോൾ കാർഷിക മേഖലേനെ കുറയുകയാണ്. നമ്മളൊന്ന് 2020-21 മൊത്തം അലോട്ട്മെൻറ്റിൻ്റെ 3% ആയിരുന്നു അഗ്രികൾച്ചറിനുള്ള, 5% ആയിരുന്നു അഗ്രികൾച്ചറിനുള്ള, 5.1% ആയിരുന്നു അഗ്രികൾച്ചറിനുള്ള അലോട്ട്മെൻ്റ് എങ്കിൽ ഇപ്പോൾ അത് വെറും 3% ആയിട്ട് കുറഞ്ഞു. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം നൽകുന്ന ഒരു മേഖലയെ തുടർച്ചയായിട്ട് സർക്കാർ കൊല്ലുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞു ഇപ്പോൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. ഞങ്ങളുടെ കർഷകരുടെ ഡിമാൻഡ് എന്താണ്? ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം, ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ കൂട്ടണം. ഞങ്ങൾ എല്ലാ ബഡ്ജറ്റിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ആ ഡിമാൻഡുകൾ വെച്ചിട്ട് ഇത് യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. നമ്മളുടെ ബൗണ്ട് താരിഫ് WTOയിൽ 150%, ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി തീരുവ നിശ്ചയിച്ച മലേഷ്യയുമായിട്ടുള്ള FTAയിലുള്ളത് 40% ക്രൂഡ് പാം ഓയിലിൻ്റെ, 45% പ്യൂരിഫൈഡ് പാം ഓയിലിൻ്റെ. ഈ ഇറക്കുമതി തീരുവന്ന് എവിടെ എത്തി? എത്രയ്ക്ക് കുറച്ചു? ഇതിൻ്റെ നേട്ടം ആർക്കാണ്? അദാനി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു, ക്രൂഡ് പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു, സംസ്കരിക്കുന്നു, വിതരണം ചെയ്യുന്നു, അദാനിക്ക് നേട്ടമുണ്ടാകുന്നു. ആ സമയത്ത് കേരളത്തിലെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് തേങ്ങയ്ക്ക് വിലയില്ലാത്തതുകൊണ്ട് കർഷകർ മുഴുവൻ തേങ്ങ കൃഷിയെ, നാളികേര കൃഷിയെ ഉപേക്ഷിച്ചു. വേണ്ടത്ര സംരക്ഷണങ്ങൾ നൽകാറായി ദക്ഷിണ ഭാരതത്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നാളികേര ഉൽപ്പാദനം കുറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം തന്നെ ഭക്ഷ്യ എണ്ണക്കുരുക്കളുടെ കൃഷി ഏതാണ്ട് വളരെയധികം പിന്നോട്ട് പോയി. നമ്മൾ 60% ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ഈ സർക്കാർ എടുത്ത നയങ്ങൾ കൊണ്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുക. കൃഷിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞു പൾസസിൻ്റെ കാര്യത്തിൽ, പയറുവർഗ്ഗങ്ങളുടെ കാര്യം ആത്മനിർഭർ ഭാരത് കഴിഞ്ഞ വർഷം അലോട്ട് ചെയ്ത പ്രോജക്റ്റാണ്. അതിന് വേണ്ടിയിട്ട് 500 കോടി. അതുപോലെ തന്നെ എണ്ണക്കുരുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആത്മനിർഭർ എന്ന് പറഞ്ഞിട്ട് 1000 കോടി അലോട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ റിയൽ എസ്റ്റിമേറ്റ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടിലും 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് നരേന്ദ്രമോദിയുടെ നല്ല ഭരണം? എന്താണ് ഇവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ
അലോട്ട്മെന്റ് ചെലവഴിച്ചില്ല എന്ന് മാത്രം, ഈ വർഷം ഈ ആത്മനിർഭർ എന്ന് പറയുന്ന കൃഷിയുടെ മേഖലകളിലേക്ക് പൈസ അലോട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവരെടുത്ത സാമ്പത്തിക നയങ്ങൾ, ഡിഫൻസ്, അതുപോലുള്ള എല്ലാ മേഖലയിലും ഇന്ത്യ വളരെയധികം തിരിച്ചടി നേരിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനും ഈ രാഷ്ട്രം മൊത്തം തന്നെ ദുരന്തമനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യദ്രോഹ നയങ്ങളായിട്ട് ഇവരുടെ നയങ്ങൾ മാറിയതായിട്ട് നമ്മൾക്ക് കാണാൻ പരമദയനീയമാണ്. ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചെറിയ പ്രേമത്തിന് ഇവിടെ ശ്രീ ഷാജി രാഘവൻ, ഇത് തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും നമ്മൾ പ്രാക്ടിക്കലായ അവർ ആലോചിച്ചു, തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ അത് ചുമ്മാതാണ്. കാരണം എന്താണ്? ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ന് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ BJPയുടെ സകല നേതാക്കൾ അവിടെ വന്നിരിക്കുകയും രാവിലെ മുതൽ അവർ വലിയ സ്ക്രീനിൽ ലൈവായി കാണുകയും ലൈവായി ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് മാധ്യമങ്ങളോട് വിളിച്ച് പറയുകയും 10 മണി മുതൽ മാധ്യമങ്ങളോടൊപ്പം വെയിറ്റ് ചെയ്യും. കാര്യം BJPയും എന്തൊക്കെ വലിയ ബ്ലൂ പ്രിന്റ്, തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് അടക്കം എന്തോ വലിയ പ്രഖ്യാപനങ്ങൾ BJP പ്രതീക്ഷിച്ചു. അത് ആഘോഷമാക്കാനായിരുന്നു അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ BJP കൊടുക്കുന്ന കാര്യമല്ല, അവിടെ വല്ലതും കേൾക്കുമോ എന്ന കാര്യം അറിയില്ല. അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ BJP ഒന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ രാവിലെ അങ്ങനെ വലിയൊരു വലിയ ഷോ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും പ്രേമത്തിന് ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറയുകയായിരുന്നു, താങ്കൾ സ്വാഗതം ചെയ്ത അല്ലെങ്കിൽ പ്രതീക്ഷ കൊടുപ്പിച്ച ഈ പറഞ്ഞ കശുവണ്ടി മേഖലക്കടക്കം ഈ പറഞ്ഞ തെങ്ങക്കടക്കം മാറ്റിവെച്ച തുകയെപ്പറ്റി പറയുകയായിരുന്നു. അതിലും അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ആശ്വസിക്കാൻ തക്ക വല്ലതും ഉണ്ടോ എന്ന് ചോദ്യം ഉയർത്തുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് കണക്ക് വെച്ചുകൊണ്ട്. അല്ല, അതിൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. ഒന്ന്, ഈ കാഷ്യൂ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും കോക്കോ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ളവ 350 ഒന്നുമില്ലാത്ത സ്ഥലത്താണ്. ഇങ്ങനൊരു പ്രോജക്റ്റേ നേരത്തെ, ഇങ്ങനൊരു സ്കീമേ രാജ്യത്ത് നിലവിലില്ല. നമ്മൾ ഉള്ളതെന്ന് പറയാൻ വേണ്ടി തയ്യാറാകണം. കാരണം കശുവണ്ടി നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കശുവണ്ടി വ്യവസായം പൂർണ്ണമായും രാജ്യത്ത് അപ്രസക്തമാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റോ കാഷ്യൂ നട്ട്സിൻ്റെ അഭാവവും ലഭ്യമാകുന്ന റോ കാഷ്യൂ നട്ട്സിൻ്റെ വിലവർധനവുമാണ്. മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രോസസ്സിംഗ് ആരംഭിച്ച പശ്ചാത്തലത്തിൽ കശുവണ്ടിയുടെ ഇറക്കുമതി ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ ഈ വ്യവസായം പൂർണ്ണമായും തകരുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര വിപണിയിൽ ആവശ്യമായിട്ടുള്ള കശുവണ്ടി പരിപ്പ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ നിലയിൽ കൾട്ടിവേഷൻ ഈ കാര്യത്തിൽ ആരംഭിക്കണം. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് LDF ഗവൺമെൻറ്റാണ്. എത്രയോ ഘട്ടങ്ങളിൽ LDF ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പരിശ്രമം നടത്തിയിട്ടുണ്ട്. നാമമാത്രമായ തുകയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദേശീയ തലത്തിൽ അത്തരത്തിലൊരു മിഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം 350 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെങ്കിലും അതിന് പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ്, കാഷ്യൂ പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള തുകയാണ്. അത് തുടക്കത്തിൽ ആരംഭിച്ചത് ഭാവിയിൽ വലിയ രൂപത്തിലുള്ള, ഇപ്പോൾ നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻ പോലെ കാഷ്യൂ കൾട്ടിവേഷൻ ഒരു പ്ലാന്റേഷൻ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഏറ്റവും കൂടുതലുള്ള കൊല്ലം പോലെയുള്ള ജില്ലകളിൽ ആ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് റിവൈവ് ചെയ്യാനും കശുവണ്ടിയുടെ ലഭ്യത ഉറപ്പുവരുത്താനും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, കോക്കനട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തേങ്ങയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ. പക്ഷേ ആ കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ മണ്ടരോഗം ബാധിച്ച തെങ്ങുകൾ റീപ്ലേസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം തന്നെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇനി പുതുതായി പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രോജക്റ്റിൽ എന്തൊക്കെയാണുള്ളത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു, ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചു എന്നുള്ളത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, കൊല്ലം ജില്ലയുടെ തീരപ്രദേശങ്ങളിലും ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിലുമാണ് ഈ അപൂർവമായിട്ടുള്ള ധാതു സമ്പത്തിൻ്റെ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. അവിടെ പൊതുമേഖലാ സ്ഥാപനം മൈനിങ്ങിന് പോയിട്ട് പോലും ആലപ്പുഴത്തെ തീരദേശത്തെ ജനങ്ങൾ ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. IRE അടക്കമുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല സാമൂഹ്യ ഉത്തരവാദ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ IREക്കും KMMLന് പോലും ആ പ്രദേശത്ത് മൈൻ ചെയ്യാൻ അനുമതി കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ തീരദേശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ആശങ്ക ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്വകാര്യ മൂലധന ശക്തികൾക്ക് ഈ അമൂല്യമായിട്ടുള്ള അപൂർവ സമ്പത്ത്, പലരും പറയാറുള്ളത് അറേബ്യയിൽ എണ്ണ പോലെ കേരളത്തിൻ്റെ എണ്ണഖനി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്വർണ്ണഖനിയാണ് കരിമണൽ സമ്പത്ത്. അത് പറഞ്ഞത് ശരിയാണ്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് സമഗ്രമായൊരു പദ്ധതി ഉണ്ടാക്കി, ഞാൻ ആവർത്തിച്ച് പറയുന്നു,
IRE അടക്കം ഇന്നത്തെ പയനിയർ ആയിട്ടുള്ള കമ്പനി IRE ആണ്. ഏറ്റവും ഹയസ്റ്റ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള IRE പോലെയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും KMML അടക്കമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നൊരു കൺസോർഷ്യം ഉണ്ടാക്കി മൈനിങ്ങും മിനറൽ സെപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുമേഖലയിൽ നിലനിർത്തി അതിലൂടെ ആർജിക്കുന്ന സമ്പത്ത് രാജ്യത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും പ്രയോജനപ്പെടുത്താനും പ്ലസ് ഞാൻ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അദാനിയോ ഏത് സ്വകാര്യ കമ്പനിയോ വരട്ടെ, അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം കൊടുക്കാം, അതിനാവശ്യമായിട്ടുള്ള ഇൽമനൈറ്റും റൂട്ടയിലും ഇനി ന്യൂക്ലിയർ പ്ലാന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിയും. നിരവധി പ്രാവശ്യം പാർലമെന്റിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണലിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വട്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സഭയിൽ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നൊവേഷനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കണം, കൂടുതൽ നൂതനമായിട്ടുള്ള ഗവേഷണം ഈ മേഖലയിൽ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനതിനെ സ്വാഗതം ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. അതിനകത്ത് ഒരു സംശയവും വേണ്ട. സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു വർഷം മുമ്പാണ് ഈ കാര്യത്തിൽ ഖനന നിയമ ഭേദഗതി വന്നപ്പോൾ ആ ഖനന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്രിട്ടിക്കൽ എലമെൻസിനെ ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കാനും സ്വകാര്യ മേഖലയ്ക്ക് കൈകാര്യം ചെയ്യാൻ സ്ട്രാറ്റജിക് മിനറൽസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസിനെ കൈകാര്യം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാനുള്ള നിയമനിർമ്മാണം വന്നു. പാർലമെന്റിൽ അതിശക്തമായി ഫൈറ്റ് ചെയ്തു. അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി പ്രഹ്ലാദ് ജോഷി നൽകിയ അഷുറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഭേദഗതി പോലും പിൻവലിച്ചത്. പൊതുമേഖലയിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങി. അത് ഡയല്യൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള അസ്വാരസ്യം സമൂഹത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈനിങ് ആൻഡ് മിനറൽ സെപ്പറേഷൻ പൂർണ്ണമായും പൊതുമേഖലയിൽ വ്യക്തമാണ് സർ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ധാതു ഇടനാഴി ഉണ്ടാവട്ടെ, പക്ഷേ ഇടനാഴിയിൽ കൂടി അദാനിയും അംബാനിയും കൂടെ കേരളത്തിന് ധാതുക്കൾ മൊത്തം അള്ളിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. വ്യക്തമാണ്, അങ്ങനെ തന്നെയാണ് താനും. ശ്രീ ഷാജി രാഘവൻ ഇന്നും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു കേരളത്തിൽ NDA സർക്കാർ വന്നാൽ ഡബിൾ എഞ്ചിനാകും, വികസനമാകുമെന്നൊക്കെയാണ്. അതായത് ഈ പറയുന്ന എയിംസ് അടക്കം അതിവേഗ റെയിലടക്കം കേരളത്തിന് നിരന്തര ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കണമെങ്കിൽ നിങ്ങളെ അധികാരത്തിൽ കയറണം അല്ലേ? അത് കേരളത്തിലെ ജനത്തെ വെല്ലുവിളിക്കലാണ്, ബന്ദിയാക്കലാണ്. ഷാജി രാഘവൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാന്യനായ പ്രേമേന്ദ്ര സാറ് പങ്കുവച്ചതിനോട് ഞാൻ യോജിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കാരണം കേരളത്തിന് വലിയ പ്രയോജനം വരുന്നൊരു പദ്ധതിയെ കേരളം മറന്നു കിടക്കുന്ന അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാത്തൊരു പദ്ധതിയെ കേന്ദ്രം കേരളത്തിൽ വലിയ വികസന സാധ്യതയായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിനെ തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഇന്നത്തെ ഒരു രീതിയുണ്ടായി. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് ബഹുമാന്യനായ MP സൂചിപ്പിച്ച ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്നേ. ഇതൊരു പ്രഖ്യാപനമല്ല ആയിട്ടുള്ളൂ. ഇതിൻ്റെ വിശദമായിട്ടുള്ള DPR പ്രോജക്റ്റുകളും ഒക്കെ വരുന്ന സമയത്ത് ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ ഇടപെടാമല്ലോ. അതിന് കഴിവുള്ള രാഷ്ട്രീയ നേതൃത്വമൊക്കെ കേരളത്തിലുണ്ട്. ഞാനും മലയാളിയാണ്, ഞാനും കേരളക്കാരന് കേരളത്തിൽ നല്ല രീതിയിൽ നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിൽ നിന്നും BJP ഒന്നും മാറി നിന്നിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചോദിച്ച ചില ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ആർക്കെങ്കിലും മറുപടി ഉണ്ട്? ഇതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾ ഇവിടെ ഇല്ല. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യമില്ലേ? പലപ്പോഴും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിയതിൻ്റെ യൂട്ടിലൈസേഷനെ പറ്റിയിട്ട് ഒരു ധവളപത്രം ഇറക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറുണ്ടോ? ഒരു PM ശ്രീ പദ്ധതി വന്നു. പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ വളരെ വലിയ വലിയ സാധ്യതകളുള്ള സ്കൂളിന്റെ നിർമ്മാണം, സ്കൂളിന്റെ ഹൈടെക് സ്കൂളുകൾ ഇഷ്ടംപോലെ ഹൈടെക് സ്കൂൾ കേരളത്തിലുണ്ട്. PM ശ്രീ വന്നിട്ട് വേണ്ട കേരളത്തിൽ ഹൈടെക് സ്കൂൾ നടപ്പിലാക്കി. ജലജീവൻ പദ്ധതി ഇല്ല. അങ്ങ് UP പോലെ ബീഹാർ പോലെ ഗുജറാത്ത് പോലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തെ കമ്പയർ ചെയ്യല്ലേ? കേരളത്തിൽ ഹൈടെക് സ്കൂൾ വേണമെങ്കിൽ PM ശ്രീ വേണ്ട. അല്ലാതെ കേരളത്തിലെ ആവശ്യങ്ങൾ കുറച്ചുകൂടി മുതിർന്ന ആവശ്യങ്ങളാണ്. എന്റെ ചോദ്യം ശ്രീ ഷാജി രാഘവൻ, നാളെ പൊന്നാനിയിൽ ശ്രീധരൻ എന്തോ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ. എന്തിനാ ഓഫീസ്? ഞാൻ വരാം ഹാഷ്മി, ഹാഷ്മി ആ ചോദ്യം 3 വട്ടം ചോദിച്ചു. ഹാഷ്മി 3 വട്ടം ചോദിച്ചാൽ അതിലേക്ക് വരാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മറുപടിയിലേക്ക് വരികയുള്ളൂ. കാരണം കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ നമ്മൾ നോക്കിക്കാണണം. എന്ന് വെച്ച് കേരളത്തിന് കിട്ടാത്ത ഈ താങ്കൾ സൂചിപ്പിച്ച ഈ പദ്ധതികൾക്ക് BJPക്ക് കൃത്യമായ മറുപടി ഉണ്ടെന്നേ. താങ്കൾക്ക് അറിയേണ്ടത് ഒന്ന്, നിങ്ങളുടെ മറുപടി ഇല്ലായ്മയാണ് അങ്ങയുടെ അധ്യക്ഷൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അതിവേഗ റെയിൽ ചോദിക്കുന്ന അലക്സാണ്ടർ മഹമ്മൂദിനോട് പറയാണ് നിങ്ങൾ അജണ്ട വെച്ച് സംസാരിക്കാന്ന് പറയാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വിദണ്ഡവാദങ്ങൾ പറയേണ്ടി വരുന്നത്.
ഹാഷ്മി തോക്കി ഞാൻ മറുപടി പറയാൻ എവിടെ ഇരിക്കുന്നതെന്ന് പാർട്ടിയുടെ മറുപടി ഞാൻ പറയാമല്ലോ. ഞാൻ പറയാമെന്നേ. എന്താ കാര്യം? ഇന്നിപ്പോൾ കേന്ദ്രത്തിന് മുമ്പിലുള്ള കേരളത്തിൻ്റെ റെയിൽ പദ്ധതി ഏതാ? അത് കേരയിൽ പദ്ധതിയല്ലേ? ഇന്നലെയാണ് കേരയിൽ പദ്ധതിയുടെ വിജ്ഞാപനം കേരളം റദ്ദാക്കുന്നത്. കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ പദ്ധതിയേ ഉള്ളൂ. അതിന്റെ ആ കേരയിൽ പദ്ധതി അല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ നാളെ ഈ ശ്രീധരൻ തുടങ്ങാൻ പൊന്നാനി പോകുന്ന ഓഫീസ് എന്തിന്റെ ഓഫീസാ? അദ്ദേഹം സ്വന്തം പൈസ മുടക്കി പിന്നീട് വന്നൊരു പദ്ധതി എന്താ? അദ്ദേഹം സ്വന്തം പൈസ മുടക്കി നിർമ്മിക്കാൻ പോകുന്ന ഓഫീസ് എന്തിന്റെ ഓഫീസാ അത്? അത് ഇന്ന് കൃത്യമായിട്ട് അതെന്തിന്റെ ഓഫീസാ അത്? 7 അതിവേഗ റെയിൽപാത കേരളത്തിന് ഉപകരിക്കും. എങ്ങനെയാണ്? മലയാളികൾ അവിടെ പോകുന്നല്ലോ, അപ്പൊ അവിടെ പോയി കയറാമല്ലോ എന്ന് കേരളത്തെ കളിയാക്കുന്ന എന്തിനാണ് പിന്നെ? കാശ്മീർ, ഞാൻ മറുപടി പറയട്ടെ കാശ്മീർ. ഒന്നുകിൽ കാശ്മീർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചതിന് മറുപടി പറയുള്ളൂ, താങ്കൾ എത്ര തിരക്ക് കൂട്ടിയാലും. ഞാൻ സൂചിപ്പിച്ചത് എന്തുകൊണ്ട് പദ്ധതി വന്നില്ല. വന്ന പദ്ധതികൾ എന്താണ്? അത് ഹൈസ്പീഡാണ്. 350-400 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുടെ പദ്ധതിയാണ് വന്നിട്ടുള്ളത്. കേരളം പോലെ സംസ്ഥാനങ്ങൾക്ക് വയബിളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആകെ കേരളം കേന്ദ്രത്തിന് മുമ്പിൽ കൊടുത്തിരിക്കുന്നത് കേരളയിലാണ്. അതിനെ ഇവിടുത്തെ നിങ്ങൾ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ, സാധാരണക്കാർ ജനങ്ങൾ ഉൾപ്പെടെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നലെ മാത്രം അതിൻ്റെ വിജ്ഞാപനം റദ്ദാക്കുന്നത്. ആ കടലാസ് പോലും, വിജ്ഞാപനം റദ്ദാക്കിയത് പോലും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് കേരളത്തിലൊരു പ്രപ്പോസൽ വന്നത് ഈ ശ്രീധരൻ ഉയർത്തിയ ഒരു പ്രപ്പോസലാണ്. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം രണ്ടാമതൊരു പ്രപ്പോസൽ കൊണ്ടുവന്നത് എപ്പോഴാണ്? ഈ ശ്രീധരൻ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴാണ്. ഈ ശ്രീധരൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു, ഡൽഹി മെട്രോയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരൊരു പ്രോജക്റ്റ്, ഒരു DPR തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുമ്പോൾ തള്ളി പറഞ്ഞിട്ടില്ല. ഏത് വഴിക്കായാലും കുഴപ്പമില്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയാലും ഒരു പേപ്പറിലും ഇല്ല, ഒരു കേന്ദ്രത്തിനും അറിയില്ല, അശ്വിനി വൈഷ്ണവിനും അറിയില്ല, ആർക്കും അറിയില്ല. വാർത്താ സമ്മേളനം നടന്നു, DPR ഉണ്ടാക്കും, നാളെ സ്വന്തം ചെലവ് പോയി ഓഫീസ് തുറക്കാം പൊന്നാനിയിൽ. എന്തുവാ നടക്കുന്നേ? അങ്ങനൊക്കെ പറ്റുമോ? കാശ്മീർ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിന് വ്യക്തതയുണ്ടോ? അങ്ങേക്ക് വ്യക്തതയുണ്ടോ? പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിന്. ഈ ശ്രീധരൻ നാളെ പോയി പൊന്നാനി തുറക്കാൻ പോകുന്ന ഓഫീസ് BJPയുടെ അറിവോടെയാണോ? അത് കേന്ദ്രത്തിന്റെ അറിവോടെയാണോ? BJP എന്തിനറിയണമെന്ന് അദ്ദേഹം തന്നെ അതിനെപ്പറ്റി വ്യക്തമാക്കിയിട്ടില്ലേ? നിങ്ങൾ ഒന്നുകിൽ പൊട്ടം കളിക്കുകയാണ്, അദ്ദേഹം ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്നെ പൊട്ടനാക്കുകയാണ്. ഇല്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഡൽഹി മെട്രോയുമായി ബന്ധപ്പെട്ട് DMR-മായി ബന്ധപ്പെട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളതെന്നും ഡൽഹി മെട്രോ അദ്ദേഹം വെക്കുന്നത് കേരളത്തിന് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്ട് കേരളത്തിന് മുമ്പിൽ വെക്കുക. ശരി, എനിക്ക് ഇടവേളയ്ക്ക് ഗുണമായിട്ടാണ് ഇടപെടുന്നത്. പക്ഷെ ഒന്നും വ്യക്തമല്ല, ആർക്കും ഒന്നും ഇപ്പോഴും വ്യക്തമല്ല. വ്യക്തമാവട്ടെ ഇടവേള. കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും കേരളത്തിന് ഒന്നുമില്ല എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഉണ്ട്. അത് ഈ അപ്ലൈഡ് സയൻസ് എന്നൊക്കെ പറയുന്ന പോലെ അപ്ലൈഡായി അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. പൊതുവായി പ്രഖ്യാപിച്ചതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് തെരഞ്ഞുപിടിച്ച് കേരളത്തിന് ആവശ്യമുള്ളത്, ഇപ്പോൾ നേരത്തെ CN K പ്രേമചന്ദ്രൻ പറയുന്ന പോലെ കാഷ്യൂ മേഖല തുടങ്ങി തെരഞ്ഞുപിടിച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കാം. അടിസ്ഥാന തൊഴിൽ മേഖല എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കേരളം മുന്നോട്ട് വെച്ച 29 പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഏതാണ്ട് ഒന്നുപോലും 1% പോലും അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. എയിംസും അതിവേഗ റെയിലൊക്കെ ഇപ്പോഴും നമുക്ക് ആകാശമുട്ടായി കിട്ടാക്കനയെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴും ഈ ആമസംരക്ഷണം പരിഹാസമാക്കുന്നുണ്ട് പ്രതിപക്ഷം, സോഷ്യൽ മീഡിയ. എന്തായാലും ആമകൾക്ക് നല്ലത് വരട്ടെ. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. താങ്ക് യു.